ഹലോ വെൽക്കം ബാക്ക് ടു പിക്ക് ആൻഡ് മിക്സ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ വീട്ടിലെങ്ങനെ വളരെ ഈസി ആയിട്ട് ബദാം ഷേക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ്. നമ്മൾ കടയിലൊക്കെ പോയിട്ട് ഷേക്ക് കുടിക്കുന്ന സമയത്ത് അത് നല്ല കോസ്റ്റ്ലി ആയിരിക്കും. നമുക്ക് ഒരുപാട് ആൾക്കാർക്കൊക്കെ മേടിക്കുമ്പോൾ അത് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടൊക്കെ തോന്നാം. അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ബദാം ഷേക്ക് തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. 2 പാക്കറ്റ് പാൽ അത്ര എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള പാലിൽ നിന്ന് ഒരല്പം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ കസ്റ്റാർഡ് പൗഡറിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും വാം മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ചൂടുള്ള മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബദാമാണ്. അത് കുതിർത്തതിന് ശേഷം അതിൻ്റെ തോലൊക്കെ മാറ്റി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരല്പം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇങ്ങനെ നല്ലപോലെ അരച്ചെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറാണ്. ഞാനിപ്പോൾ ചെറിയ ജാറ് കേടുന്നതുകൊണ്ട് വലിയ മിക്സിയുടെ ജാറിലാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. എത്ര നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ പാല് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാല് ചൂടായി വന്നിട്ടുണ്ട്. കസ്റ്റാർഡൊക്കെ വേവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരുപാട് മധുരമായാൽ നമുക്കത് കഴിക്കാൻ അത്ര ടേസ്റ്റ് തോന്നില്ല. പാകത്തിന് മധുരത്തിലാണ് കഴിക്കാൻ ടേസ്റ്റ്. പിന്നെ ഒരുപാട് മധുരം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുത്തോ. ഇനി ഞാനതിലേക്ക് ബദാം അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നമ്മുടെ പാല് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് വരുന്ന ഈ സമയത്ത് നമുക്കതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാലിനൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബദാം ഷേക്ക് പെട്ടെന്നിട്ട് തയ്യാറായിട്ട് കിട്ടും. നമ്മൾ കടയിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസയൊന്നും കൊടുത്തിട്ട് ഷേക്ക് കുടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്ത് ഷേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുത്ത് വരുന്ന സമയത്ത് അതൊന്നുകൂടെ കുറുകി വരും. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് സെർവ് ചെയ്തത്. സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പം സാഫ്രോണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബദാം ഷേക്ക് തയ്യാറായിട്ടുണ്ട്.